ബീങ് പ്രൊഡക്റ്റീവ് ഇൻ ലൈഫ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. നമ്മൾ 10 to 5 ജോബ് ചെയ്യുന്ന ആളുകളുണ്ടാവും, 24 hours ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ബിസിനസ് മാൻസ് ഉണ്ടാവും. പ്രൊഡക്ടിവിറ്റി ഹൈപ്പർ ആവുന്നതോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എല്ലാവർക്കും 24 മണിക്കൂറാണെന്ന് പറയുന്ന കേസിൽ നോമിനലി ഒരു 5 to 8 hours, മാക്സിമം ഒരു 8 hours ഒക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യാം. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന വർക്ക് എത്രത്തോളം ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നു, ആ ക്വാണ്ടിഫൈ ചെയ്യുന്ന വർക്ക് തന്നെ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ വലിയൊരു ഘടകമാണ്. ഫുൾഫിൽ ആവാന്നുള്ളത് ചെയ്ത് എന്നുള്ളതല്ല, അതിന്റെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ എത്രത്തോളം റിസൾട്ട് ഓറിയന്റഡ് ആക്കാൻ പറ്റുന്നുള്ളതും കൂടെ തുടങ്ങി വെക്കുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ്. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏതൊരു ടാസ്കിനെയും നമുക്ക് പല ടൈംലി ആയിട്ടാണ് നമ്മൾ ഉണ്ടാകുക. ഫോർ എക്സാമ്പിൾ ഇന്ന് ഇത്ര ടാസ്കുകൾ തീർക്കണം, നാളെ ഇത്ര ടാസ്കുകൾ തീർക്കണം, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ക്ലയന്റിനുള്ള റിക്വയർമെന്റിനനുസരിച്ചാണ്. ഇപ്പോൾ ക്ലയന്റിന് വേണ്ടത് ഒരു പ്രൊഡക്റ്റ്, നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഓർ സർവീസ്, നമ്മൾ ചെയ്യുന്ന വർക്ക് ഇന്ന ദിവസത്തെ കൊണ്ട് കിട്ടണം എന്നുള്ളൊരു കോൺട്രാക്റ്റ് ഉണ്ടാവും. മാത്രമല്ല, നമുക്ക് തരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്പനിയുടെ മാനേജ്മെന്റ് സിസ്റ്റം പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ തീർത്തില്ല എന്നുണ്ടെങ്കിൽ അത് ലോസിലേക്ക് പോകും. അപ്പൊ ഈ ഒരു സ്പെക്കുലേറ്റഡ് ആയിട്ടുള്ള ടൈമിനുള്ളിൽ ഈ സ്പെക്കുലേറ്റഡ് വർക്ക് എന്ത് ചെയ്യാം, പൂർത്തിയാക്കുക എന്നുള്ളത് വലിയൊരു ഘടകമാണ് ഒരു കമ്പനിയുടെ ഗ്രോത്തിനെ നമ്മൾ എടുക്കുന്നത്. തോന്നുന്നു അതില് ടെക്നോളജി ഒരു വലിയ ഘടകമാണ്. രണ്ടാമത് ഫോക്കസ് അതേപോലെ ഒരു ഘടകമാണ്. ടെക്നോളജി പുതിയ ടെക്നോളജിക്ക് അക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഫോക്കസ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ്, കാലഘട്ടമാണല്ലോ. ഇപ്പൊ ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ വിൽക്കപ്പെടുന്ന സംഭവം നമ്മുടെ ഫോക്കസ് ആണെന്നുള്ളതാണ്. നമ്മുടെ ടൈമിനപ്പുറത്ത് നമ്മുടെ ഫോക്കസ് എന്നുള്ളതാണ്. ഇപ്പൊ ഓരോരുത്തരും ഓരോ ആഡുകൾ കാണിക്കും. ഇപ്പൊ റീൽസിനാണെങ്കിൽ തന്നെ ഏത് റീൽസിൽ കൂടുതൽ നമ്മൾ സ്റ്റെക്കായി നിൽക്കുന്നു എന്നുള്ളതിനെ വിൽക്കുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പൊ റീലിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വർക്കിന്റെ സമയത്തൊക്കെ നമ്മൾ അതിൽ എൻഗേജ്ഡ് ആയി പോവുക, ഒരുപാട് സോഴ്സസ് ഡിസ്ട്രാക്ട് ആവാനുള്ള അവസരങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഏതൊരാൾക്കും എന്താ പറയാ എഫക്റ്റീവ് ആവണമെങ്കിൽ, പ്രൊഡക്റ്റീവ് ആവണമെങ്കിലൊക്കെ ആദ്യം നോക്കേണ്ടത് ഇത്തരം ഡിസ്ട്രാക്ഷൻസ് നിന്ന് എങ്ങനെ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യാന്നുള്ള ഒരു കാര്യം എങ്ങനെ മാറിയിരിക്കാൻ പറ്റും. ഇതില് പ്രൊഡക്ടിവിറ്റി എന്നുള്ള കൺസെപ്റ്റിൽ നോക്കുമ്പോൾ ടൂൾസുകൾ ഭയങ്കര, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൂൾസുകൾ ഭയങ്കര ബെനിഫിറ്റഡാണ്. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പോൾ റീസെന്റ് എക്സ്പീരിയൻസ് വേറെയാണ്. ഇപ്പോൾ ടൂൾസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് ടു ഡു ലിസ്റ്റ്, ബേസിക് എടുക്കാൻ ടു ഡു ലിസ്റ്റുകളുണ്ട്, പിന്നെ ട്രെല്ലോസുകളുണ്ട്, ജിറ പോലെയൊക്കെ ടിക്കറ്റുകൾ റൈസ് ചെയ്തിട്ട് അതിന് അജൈൽ മെത്തഡോളജിയിൽ വർക്ക് ചെയ്യാൻ. ഇപ്പോൾ എസ്പെഷ്യലി എൻ്റെ കേസ് ഡെവലപ്മെന്റ് കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അജൈൽ മെത്തഡോളജി, സ്പ്രിന്റ്, അങ്ങനെ പല ഫോർമാറ്റിലൊക്കെ വർക്ക് ചെയ്യും. അപ്പൊ അതിനേക്കാളൊക്കെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ ഒരു ബുക്കും ഒരു പേപ്പറൊക്കെ എടുത്ത് അതിൽ ലിസ്റ്റ് ചെയ്യുക, ടു ഡൂസ് എന്ന് ലിസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും കോംപ്രിഹെൻഡ് ആയിട്ട് ഏറ്റവും ടൈംലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നത്. റീസെന്റ് ഇന്നത്തെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ രാവിലെ വന്ന് ലിസ്റ്റ് ചെയ്തു, ഓക്കെ ഇന്ന് ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, ഇത് മിനിമം ചെയ്തിരിക്കണം, ബാക്കി മീൻസ് ടൈം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടി. അതിന്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ടൂൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് അവെയർഡ് അല്ല. നമ്മൾ എപ്പോഴും ടൈപ്പ് ചെയ്തിട്ട ലിസ്റ്റ് ആയിരിക്കും, അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വലിയ ലിസ്റ്റ് ആയിരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഓൾറെഡി അങ്ങനെ ഒരു സാധനം ഉണ്ടാവും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഏതാന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ട് അതിൽ ഉണ്ടാവില്ല. പക്ഷെ എഴുതുന്ന സമയത്ത് ഒന്നും കൂടെ ഫോക്കസ്ഡ് ആണ്. ഇപ്പൊ ഈ തിന്റെ എന്താ പറയാ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഉണ്ടല്ലോ, ഫേമസ് ആയിട്ടുള്ള ബ്രയാൻ ട്രേസിന്റെ, അതിലൊക്കെ പറഞ്ഞതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം നമുക്ക് ഫോക്കസ് കൊണ്ടുവരാന്നുള്ളതാണ് ചലഞ്ച്. എല്ലാ ടാസ്കും കൂടെ നമുക്ക് ഒരിക്കലും ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ടു ഡു ലിസ്റ്റിലൊക്കെ പ്രശ്നം തോന്നുന്നത് എനിക്ക് അതാ വലിയൊരു ലിസ്റ്റ് ഫോക്കസ് കിട്ടുക, കൂടുതലായിട്ട് അതിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഓവറായിട്ട് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ വെക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൽ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ പ്രിയോറിറ്റൈസ് ചെയ്യും ടു ഡു ലിസ്റ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മൾ ഓൺലൈനായിട്ട് ടൈപ്പ് ചെയ്യുന്നതായിക്കോട്ടെ, ഞാൻ പറഞ്ഞ പോലെ എഴുതുന്നതായിക്കോട്ടെ, ഇതിന് എങ്ങനെയാണ് നമ്മൾ ഹൈ ലോ എന്നുള്ളത്. ഓഫ് കോഴ്സ് ഇതിന്റെ ഡിമാൻഡ് അനുസരിച്ച്, ഈവൻ നമ്മുടെ ബോസ് പറയുന്ന പോലെ അല്ലെങ്കിൽ ക്ലയന്റ് ഡിമാൻഡ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഇന്ന് ഡെഡ് ലൈൻ അനുസരിച്ചൊക്കെ നമുക്ക് വേണം ചെയ്യാം. അതല്ലാതെ തന്നെ എന്റെ കേസിൽ നോക്കുന്നത് ഈ ടഫർ ടു ലൈറ്റർ ഞാൻ അതിനെ എങ്ങനെ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ടഫർ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതാണോ ബെറ്റർ, അതോ രണ്ട് കോൺസെപ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ബ്രാൻഡ് റൈസ് ഒക്കെ പറഞ്ഞത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള
ടാസ്ക് ആദ്യം ചെയ്യാന്നൊക്കെയാണ്. പക്ഷെ എനിക്ക് അതിന് എതിരഭിപ്രായങ്ങളുണ്ട് കേട്ടോ. ഞാൻ വേറെ തന്നെ കണ്ടാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ. അതെ, ഫസ്റ്റ് ഒരു സാധനം സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി വിൻ ചെയ്തു ഒരു സാധനം ഉണ്ടല്ലോ, ഒരു അഡ്രിനാലിൻ സാധനം അവിടെ വരുമല്ലോ, ഒരു ഡോപ്പമി നമുക്ക് വരും. അപ്പൊ അതിനുശേഷം ടഫറിലേക്ക് കടക്കുമ്പോൾ ഒന്നും കൂടെ ബെറ്റർ ആണ്. ഇന്ന് ഞാൻ ജസ്റ്റ് ഞങ്ങളിപ്പോൾ ആക്ച്വലി നല്ല സമയത്താണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ 2 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ട് അങ്ങനെ അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് തന്നെ ഞാൻ ഇതിലെടുത്തത് ഹെവിയർ ഫസ്റ്റ് എന്നുള്ളതാണ്. അത് തീർത്തു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു ഭയങ്കര ടാസ്ക്. അത് ബിഫോർ നൂൺ അതിന് തീർത്തു. പിന്നെയുള്ളത് എനിക്ക് സിമ്പിളാണ്, ഓൾറെഡി കാൽക്കുലേറ്റഡ് ആണ് ഇതെന്താ ചെയ്യേണ്ടത് എന്നുള്ളതും ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതും എല്ലാം കാൽക്കുലേറ്റഡ് ആയതുകൊണ്ടാണ്. പക്ഷെ അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് അതിന്റെ 3ാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം 2ാമത്തെ ടാസ്ക് സിമ്പിൾ ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിനെ അങ്ങനെ നെഗ്ലക്ട് ചെയ്തോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഡിഫൈൻ ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ഒരു ടാസ്ക് ജസ്റ്റ് എഴുതി വെച്ചാൽ ചില ടാസ്കുകൾ ഉണ്ടാവും, നാളെ ചെയ്യാൻ മറ്റന്നാളെ ചെയ്യാന്നുള്ള പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്ത് കൊണ്ടാവേണ്ട ഒരു മെയിൻ കാരണം ആ ടാസ്കിന്റെ അകത്തുള്ള സ്റ്റെപ്പ് നമുക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടാവും. ശരിക്കും ഒരു സമയം ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഓർഡർ പറഞ്ഞത് അതാണ്, നമുക്കൊരു ടൈം പ്ലാനിങ്ങിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പിന്നുള്ള പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കുന്നത്, എഫക്റ്റീവ് ഗുഡായിട്ട് എഫക്റ്റീവ് എന്നുള്ള ഒരു സാധനം ഉണ്ട്. അത് ഭയങ്കര മിസ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഡെഫിനിഷൻ കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ അടുത്ത് ഒരു ടാസ്ക് അസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുന്നേ കാണാൻ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. നമ്മൾ ടാസ്ക് പറയും, ഓക്കെ, നമ്മുടെ ഒരു നോളജ് ബേസ് അങ്ങനെയായിരുന്നു. അപ്പോൾ അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് അവർക്ക് മനസ്സിലാവാൻ ഉതകുന്ന തരത്തിലുള്ള ഡിഫൈൻഡ് ആയിരിക്കില്ല എന്നുള്ളത്. പിന്നീട് നമ്മളൊരു പ്രൊജക്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രൊജക്ട് ഫ്ലോ ഡീറ്റെയിൽ ആക്കി തുടങ്ങിയത്. അപ്പോൾ ഒരു യൂസർ ഫ്ലോ കാര്യങ്ങൾ ഉണ്ടാമെങ്കിൽ പോലും എന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ A to Z സംഭവങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ഒരു UI ഡിസൈനർക്ക് അത് ഓക്കെയാണ്, ഈവൻ ബാക്ക് എൻഡ് ഡെവലപ്പർക്ക് അത് ഓക്കെയാണ്, ഫ്രണ്ട് എൻഡ് ഡെവലപ്പർക്ക് അത് ഓക്കെയാണ്. എല്ലാവർക്കും ഒതുങ്ങുന്ന എല്ലാ കോണ്ടെക്സ്റ്റുകളും ഉൾക്കൊള്ളുന്ന പറഞ്ഞ പോലെ അത്രയും ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് അത് കൊടുത്ത സമയത്ത് പിന്നെ അവർക്കൊന്നും ചിന്തിക്കാനില്ല, നേരെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റേ ഉള്ളൂ. അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ നേരെ ഓൺ ദ അതർ കേസ് നമ്മളെ കേസിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ അത്ര ഡിഫൈൻഡ് ആക്കുന്നില്ല. അത് പ്രശ്നം തന്നെയാണ്. ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ടാമത്തെ ലൈറ്റർ ആണെന്ന് കരുതിയത് ഞാനത് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയത് അത് അത്ര ലൈറ്റർ അല്ലായിരുന്നു. ഇതിനെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അത് സിംപിളി ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു പെർഫെക്ഷനിസം കൊണ്ടുവരുമ്പോ അത് വിചാരിച്ചതിനേക്കാൾ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. വർക്ക് പ്ലേസിൽ പ്രത്യേകിച്ച് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ വെൽബീങ്ങിന് എത്രത്തോളം പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരാളുടെ വെൽബീങ്, അതേപോലെ ഒരു എൻവയോൺമെന്റിന്റെ ഒരു മോഡ് സെറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ പോലത്തെ അതിന് എത്രത്തോളം റോൾ ഉള്ളതായിട്ട് തോന്നി? എൻവയോൺമെന്റ് ആൻഡ് വെൽബീങ് അത് ഭയങ്കര റിലേറ്റഡ് ആണ്. പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതിന് അപ്പുറത്ത് പ്രൊഡക്ടിവിറ്റി വിത്ത് വെൽബീങ് എന്നുള്ളത് കൂട്ടുക എന്നുള്ളതായിരിക്കണം മെയിൻ പ്രയോറിറ്റി. കാരണം കുറെ പ്രൊഡക്റ്റീവ് ആണ്, ഹെക്റ്റിക് ആണ്, രാത്രി വരെ നല്ല ചെയ്തു, നമ്മൾ ഉദ്ദേശിച്ച എല്ലാ ടാസ്കുകളും ക്ലിയർ ആയിട്ട് തന്നെ കഴിഞ്ഞു, പക്ഷെ തല പെരുത്തിരിക്കുകയാണ്, ഒരു കാര്യമില്ല. പിന്നീട് ബുദ്ധിമുട്ട് വരും. ഓഫ് കോഴ്സ് മൈഗ്രെയിൻസ് ആയിട്ട് പല നമുക്ക് തന്നെ അറിയാവുന്നതാണ്, നമ്മൾ തന്നെ അഫക്ട് ചെയ്യുന്ന പല ഡിസോർഡേഴ്സ് ആയിട്ടൊക്കെ നമുക്കത് വരാറുണ്ട്. സ്ലീപ്ലെസ്നെസ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ്. ബാലൻസ് ചെയ്യാന്നുള്ളത് ലൈഫിനെയും വർക്കിനെയും ഹെൽത്തിനെയും ഒരേപോലെ വർക്ക് ലൈഫ് ബാലൻസ് ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ടിവിറ്റി മെട്രിക്സ് ആയിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ അണ്ടർലൈൻ ചെയ്യേണ്ട മെയിൻ സംഭവം. വെറും പ്രൊഡക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ് ആണ് ഒന്നും കാര്യമില്ല. ഇപ്പൊ അലി അബ്ദാലിനെ കേട്ടിട്ടുണ്ടാവും. അലി അബ്ദാൽ പ്രൊഡക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ഫേമസ് യൂട്യൂബർ ആണ്. ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഒരാളും മീൻസ് ഹെഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. ആളിപ്പോ ഒരു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ജസ്റ്റ് വായിച്ചത്. അപ്പൊ അതിലുള്ള ഒരു കാര്യം എന്താ പറഞ്ഞു വെച്ചാല്, നമ്മൾ പ്രൊഡക്റ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് ഫീൽ ഗുഡ്നെസ് ഉണ്ടാവും. അപ്പൊ അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് പോലെ നമ്മൾ ഫീൽ ഗുഡ് ആയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്റ്റീവ് ആവുന്ന ഒരു സംഭവമാണ് അതിൽ ഓവറോൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ ആ ഒരു ഭാഗത്തേക്ക് നല്ല ഫോക്കസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വെൽബീങ് ആയി നടന്നാലേ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു കമ്പാരിസൺ ഉണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പാരിസൺ. നമ്മൾ പ്രൊഡക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് പറയുന്ന 2 വാക്കുകളാണ്. ഒന്ന് ഡിസിപ്ലിന്, രണ്ടാമത് മോട്ടിവേഷൻ. നമുക്ക് നല്ല മോട്ടിവേഷൻ വേണം, നല്ല ഡിസിപ്ലിൻ വേണം എന്നുള്ളത്. ഹാർഡ് വർക്കിംഗ് പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ മൂപ്പര് എന്ത് ചെയ്യണം, ഡിഫെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെയല്ല ശരിക്ക്. കാരണം ഈ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ പറഞ്ഞു ഹാർഡ് വർക്ക് എന്നൊക്കെ പറയാലോ. അപ്പൊ ഇതിന് പല്ലുറിയെന്നൊക്കെ പറയും. പക്ഷെ മൂപ്പര് അതിനെ ഭയങ്കര മോശമായിട്ട് പറഞ്ഞു. കാരണം മോശമല്ല, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സാധനമല്ല. പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ് മൂപ്പര് ബാധിക്കുന്നത്. മൂപ്പര് നല്ല റിസൾട്ട് കമ്പാരിസൺ പറഞ്ഞു. അപ്പൊ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിന്റെ ഒരു ഔട്ട്കമ്മിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വിജയിക്കും, അതിലേക്ക് ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് ശരിക്കും മോട്ടിവേഷൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ എടുക്കുന്ന സ്റ്റെപ്പ് സ്റ്റിക്ക് ഓൺ ചെയ്യുക, ആ പ്രോസസ്സ്. ഇപ്പൊ ജിമ്മിന് പോകണം എന്നൊക്കെ അല്ലെങ്കിൽ ഫിറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് നാളെ മുതൽ അത്ര ഓടണം എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ സംഭവിച്ചാൽ
എന്തായാലും ഞാൻ അതിന്റെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് ശരിക്കും ഡിസിപ്ലിൻ. പക്ഷെ മൂപ്പര് അവതരിപ്പിക്കുന്ന ഒരു മെത്തേഡ് പറഞ്ഞാൽ അൺബ്ലോക്കിംഗ് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരാം. നമ്മളിപ്പോ അപ്പൊ അന്നേരം നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കല്ലോ വേണ്ടത്. നമുക്ക് പറ്റാതിരിക്കാനുള്ള ഒരു കാരണം ഉണ്ടാവല്ലോ, ആ ബ്ലോക്കിനെ കണ്ടെത്തിയിട്ട് അൺബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബ്ലോക്സ് എന്നുള്ളത് നമ്മളിപ്പോ ഓരോന്നിനെ കണക്ട് ചെയ്തിട്ടാണ് പലതിലേക്കും ചർച്ചകൾ നീങ്ങുന്നുണ്ട്. ബ്ലോക്സിനെ ഒഴിവാക്കുക ഈ ഒരു EFT എന്നുള്ള ടെക്നിക്സിലൊക്കെ, EFT എമോഷണൽ ഫ്രീക്വൻസി ടെക്നിക് എന്ന് പറയുന്നത്, അതിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ഭയങ്കര ബ്ലോക്സ്, ഇതിനൊക്കെ അവർ ബ്ലോക്ക് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഓരോ അല്ലെങ്കിൽ സ്ട്രഗിൾസിന്, അല്ലെങ്കിൽ ചിലർക്ക് അത് ഒരു അസുഖമായിരിക്കാം, ചിലർക്ക് വിഷമങ്ങളായിരിക്കാം, അതിനൊക്കെ ഒഴിവാക്കിയാലാണ് ഇത്തരം ഈസിനെസ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. ശരിയാണ്. അതിന് വേറൊരു കമ്പാരിസൺ കൂടെ മൂപ്പര് നടത്തുന്നുണ്ട്. ഒരു ഉദാഹരണം പോലെ കേട്ടോ, നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് കുറച്ച് സമയം ഇരുന്ന് അത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കോമൺ ഉദാഹരണമാണ് പറഞ്ഞത്. ഒരാള് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് എന്ത് ചെയ്തു, ഒരു ഡിന്നർ ക്ഷണിച്ചു, ഡിന്നറിന് പോകണമെന്ന് വിചാരിക്കാം. അപ്പൊ ആ സമയത്ത് ഷൂ ഇട്ട് ഇറങ്ങുന്ന നേരത്ത് അതിന്റെ ഉള്ളിൽ ഒരു കല്ല് കുടുങ്ങിയിട്ടുണ്ട്. സാധാരണ നമുക്ക് ഉണ്ടാവില്ലല്ലോ. മോട്ടിവേഷൻ പ്രകാരമാണെങ്കിൽ ഈ കല്ല് എന്നുള്ളത് നമ്മുടെ റിയൽ ലൈഫിൽ സംതിങ് ബ്ലോക്ക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. മോട്ടിവേഷൻ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുക, എന്തായാലും ഡിന്നറിന് പോകണല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, ആ കല്ലും കൊണ്ട് ഓടിപ്പോകും, സമയം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കേസാണ് വിചാരിക്കുക. അപ്പൊ അത് എഫക്റ്റീവ്ലി നടക്കണം എന്താ, കാല് നാശം. ഈ ഡിസിപ്ലിന്റെ കേസ് ആണെങ്കിലും ആ ഓട്ടത്തിലേക്ക് ഫോക്കസ് ചെയ്യാം, ഞാൻ എന്തായാലും ഓടണം എന്നുള്ളത്. അൺബ്ലോക്കിംഗ് സംഭവിക്കണം എന്താ വെച്ചാൽ, എന്തപ്പോ ഓടുമ്പോ ഒരു പ്രയാസം എന്നുള്ളത് ആലോചിച്ചിട്ട് നമ്മൾ ആ കല്ല് എടുത്തിട്ടിട്ട് പിന്നെ ഓടുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു കമ്പാരിസൺ ആണ്. ശരിക്കും എനിക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ വായിച്ച സമയത്ത് എൻഡ് ഓഫ് ദ ഡേ കൂടുതൽ ഓടാൻ പറ്റും. അപ്പൊ ഞാൻ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചില സാധനങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഡിസിപ്ലിൻ എന്നുള്ള ഒരു ഐഡിയ നമ്മളെ തലയിലുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടിയാലും വേണ്ടിയില്ല, ചെയ്യണം ആ സാധനം വരും. പക്ഷെ ശരിക്കും ആ ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ എന്തോ ഒരു കാരണം ഉണ്ടാവും. ചിലപ്പോ നമ്മള് നേരത്തെ ഉറങ്ങാത്തോണ്ടായിരിക്കും രാവിലെ എണീക്കാൻ പറ്റാത്ത. അങ്ങനെ സിമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫുൾ ഫോക്കസ് എടുക്കേണ്ടത് നേരത്തെ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, രാവിലെ നീച്ചിട്ട് പിന്നെ ഉറങ്ങാതെ കിടക്കണം, അതിലിങ്ങനെ കുറെ ഫോക്കസ്ഡ് ആവും. അപ്പൊ എല്ലാത്തിലും ശരിക്ക് എന്തോ ഒരു കാരണം കൊണ്ട് നമുക്ക് വിചാരിച്ചതാണ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ ആ ബ്ലോക്ക് കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ കൺസെപ്റ്റിലെ എൻവയോൺമെന്റ്, ഞാനിപ്പോൾ റീസെന്റ് ഒന്ന് മാറി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ നമ്മൾ ചില എൻവയോൺമെന്റിലേക്ക് മാറുമ്പോഴാണ് ഓക്കെ ഇങ്ങനത്തെ എൻവയോൺമെന്റുകളൊക്കെ ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഇങ്ങനത്തെ എൻവയോൺമെന്റിൽ നമുക്ക് ഓർഗാനിക്കലി ഒരു ബൂസ്റ്റിങ് കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഒന്ന് ചിലപ്പോൾ ലൈക്ക് മൈൻഡ് ആളുകളാവാം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എസ്റ്റീംഡ് പീപ്പിൾസ്, അല്ലെങ്കിൽ എസ്റ്റീംഡ് ലൈഫ് കൾച്ചർ എന്താണ് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിലുള്ള ആളുകളായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആയിരിക്കും. ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ചില ഡീപ്പായിട്ട് എൻ്റെ ഒരു ഏരിയ വരുന്നത് റിസർച്ച് ലെവലിലുള്ള ഡെവലപ്മെന്റൽ സിനാരിയോസുകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിങ് കാര്യങ്ങളൊക്കെ വരെ. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് ചില സമയത്ത് ഭയങ്കര നോയ്സി അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്യൂ ആണ്. അല്ലെങ്കിൽ ഒരു ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം അതൊരു ചിറ്റാറ്റിംഗ് ആണ് വേണ്ടി വരിക. ഓഫ് കോഴ്സ് എന്നിരുന്നാൽ അത് ടാക്കിൾ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇത്തരം ഒരു റിസർച്ച് ലെവലിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ആ ചിറ്റാറ്റിംഗ് നമുക്ക് നടക്കില്ല. ഫോക്കസ്ഡ് ടൈം ഓഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഡീപ്പർ ആയിട്ട്, കാരണം അറിയാലോ കാസ്കേഡ് ചെയ്ത് ഇങ്ങനെ പോകും. നമ്മളൊരു റിസർച്ച് ലെവലിലേക്ക് ഇരിക്കുമ്പോഴാണ്, എസ്പെഷ്യലി ഡെവലപ്മെന്റ് സിനാരിയോയില് റിസർച്ച് ലെവലിലേക്ക് ഇരിക്കുമ്പോഴാണ് ഒന്നിലേക്ക് പോകുമ്പോൾ ഓക്കെ ഇതറിയണമെങ്കിൽ ഓക്കെ മറ്റേത് അറിയണം, അങ്ങനെയുള്ളൊരു കാസ്കേഡിങ് നമ്മൾ അനുഭവിക്കാറുണ്ട്. അപ്പൊ അത് ഇല്ലേ, പക്ഷെ അത് എന്ന് കരുതി അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ, പേഴ്സൺ ടു പേഴ്സൺ ഡിഫർ ചെയ്യില്ല. അതെ അത് വെച്ചാൽ എനിക്ക് തോന്നുന്നു പലർക്കും പല വർക്കിന്റെ നേച്ചർ അനുസരിച്ച് മാറി ചെയ്യേണ്ടി വരും തോന്നുന്നു. ഒരാളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് തന്നെ ഡിഫറെന്റ് വർക്കിലും ഉണ്ടാവും. ഒരാൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യാന്നൊക്കെ പറയും. നമ്മള് ഒന്ന് മാറി ഇരുന്നിട്ട് എന്ന് കരുതി എല്ലാ സമയവും കോഫി ഷോപ്പ് വർക്ക്ഔട്ട് ആണെന്നില്ല. ചിലപ്പോ ചിറ്റാറ്റിക്ക് ചളി പറയേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരു ബാലൻസിങ് ആണ് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കിന് ഏതാണ് ബെറ്റർ അത് ചൂസ് ചെയ്തിട്ട് എൻവയോൺമെന്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ചില ദിവസങ്ങൾ നമ്മളിവിടെ ഓഫീസിൽ ആക്ച്വലി ഇറ്റ്സ് ബെസ്റ്റ് ആണ്, പക്ഷെ എന്നാൽ ചിലപ്പോ വേറൊരു കോവർക്കിങ്ങിൽ പോയിരിക്കുക, അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിൽ വന്നിരിക്കുക, അതൊരു നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കും. തീർച്ചയായും ആ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം തോന്നുന്നു. മാറ്റങ്ങൾ എപ്പോഴും വരണം തോന്നുന്നു. എപ്പോഴും ലൈഫിൽ ഇങ്ങനെ ഒരു ഫണ്ണും അഡ്വഞ്ചറസും ഇതൊക്കെ ശരിക്കും അഡ്വഞ്ചറസ് ആണല്ലോ. ശരിക്കും ചെറിയ ലെവൽ ഓഫ് അഡ്വഞ്ചറസ് ആണ്. നമ്മൾ വർക്ക് സ്പേസ് മാറി വേറെ സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുക. ആഷിക്ക് ഉണ്ടല്ലോ, ആഷിക്കൊക്കെ എപ്പോഴും ഇടയ്ക്ക് ഇവിടെ പോലുണ്ട്, കോട്ടക്കുന്നുമ്പ് പോയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന വരലുണ്ട്. ശരിക്കും അതൊക്കെ അഡ്വഞ്ചറാണ്. എല്ലാവരും അവിടെ വേറെ എന്റർടൈനിങ്ങിന് വരുമ്പോൾ ആ സമയത്ത് അവിടെ പോയിട്ട് അപ്പൊ അങ്ങനെ ഡിഫറെന്റ് സാധനങ്ങളൊക്കെ ചെയ്ത് നോക്കുക. നമുക്കിപ്പോ ഒരു വർക്ക് ബ്ലോക്ക് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എന്തെങ്കിലും അതുവരെ യൂഷ്വലി ചെയ്യാത്ത ടൈപ്പിൽ വർക്ക് ചെയ്ത് നോക്കിയൊക്കെ ആവശ്യമായ ഫണ്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതില് ഒരു കാര്യം കൂടെ എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ മെന്റൽ ഡിസിപ്ലിൻ ഇല്ലാത്തൊരു ഇഷ്യൂ, അല്ലെങ്കിൽ മെന്റലി കുറെ ഫ്രസ്ട്രേഷൻസ് അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഓൺഗോയിങ് ജനറേഷൻ ആയി വരുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെയൊക്കെ ഒരു
റിലാക്സ്ഡ് മോഡ് ഓഫ് വർക്ക് അല്ലെ. ലൈഫും വർക്കും രണ്ടാണ് എന്നതിനപ്പുറത്ത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു ഫ്ലോയിൽ കൊണ്ടെടുക്കുക എന്നുള്ളത് കൂടെ ആയിരിക്കണം അല്ലെ. മേ ബി അത് വർക്കിലാണെങ്കിലും ഇപ്പൊ പലപ്പോഴും വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞ സമയത്ത് വർക്ക് എന്നുള്ളത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം റീസെന്റ് ഈ ഒരു കൺസെപ്റ്റില് റീസെന്റ് കണ്ടൊരു സംഭവം എന്ന് പറയുന്നത് നമ്മള് വർക്കിന്റെ ഉള്ളിൽ ചെറിയൊരു ഗോളമാക്കിയിട്ട് ലൈഫിനെ കാണുന്നതുണ്ട്, തിരിച്ചുണ്ട് ലൈഫിന്റെ ഉള്ളിൽ ചെറിയൊരു ഗോളമാണ് അല്ലെങ്കിൽ ഒരു സർക്കിൾ ആണ് വർക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ്. അത് ഭയങ്കര ഒന്ന് ഔട്ട് ബ്രേക്ക് ചെയ്യിപ്പിച്ചു, ചിന്തിപ്പിച്ചു ഇല്ലേ. വളരെ കാര്യം നമ്മൾ അധികം ഏറ്റവും കൂടുതൽ സമയം ഓഫ് കോഴ്സ് വർക്കിലാണ്, കാരണം വർക്കാണ് ഇന്റേൺ നമ്മുടെ മറ്റുള്ള ലൈഫിനെ ഫ്യൂൽ ചെയ്യുന്നത്. അത് ഓഫ് കോഴ്സ് അതാണെങ്കിൽ പോലും നമ്മുടെ ഹാപ്പിനെസിനൊക്കെ കൂടുതൽ നിർണ്ണയിക്കുന്നത് നമ്മളെ ലൈഫിൽ വീട്ടില് അല്ലെങ്കിൽ ഫാമിലിയുമായി റിലേഷൻഷിപ്പിൽ ഉള്ള ഒരു ക്വാളിറ്റി ടൈമൊക്കെയാണ് പലപ്പോഴും നമ്മള് ബെറ്റർ ആക്കാം. നമ്മളിത് രണ്ടാണെന്ന് കരുതുന്നിടത്ത് തെറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ലേ, അതായത് ഞാൻ ഉദ്ദേശം എന്ന് വെച്ചാല് നമ്മള് വർക്ക് പ്ലാനിങ്ങിന് മുൻതൂക്കം കൊടുക്കുകയും ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ ലൈഫിനെ അത്ര പ്രയോറിറ്റൈസ് ചെയ്യാതെ പോകുമ്പോഴാണ് ഇന്റേൺ അത് നമുക്കൊരു വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് എന്നുള്ളത്. കുറെ ഡയമെൻഷൻസ് ഉള്ള ഒരു സംഭവമാണ് പ്രൊഡക്ടിവിറ്റി അല്ലേ. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക്, അല്ലെങ്കിൽ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അങ്ങനെ ബേസിക്കലി ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു മെട്രിക്കാണ് പ്രൊഡക്ടിവിറ്റി. ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റൂല. അത് ശരിക്കും പറഞ്ഞ ഒരു പുതിയ അറിവ് തന്നെയാണ്, ഒരു ഡിസ്കഷനിൽ കിട്ടിയ ഒരു പുതിയ അറിവ് തന്നെയാണ്. കാരണം നമ്മൾ കരുതുക ഓക്കെ ബി പ്രൊഡക്റ്റീവ്, അത് എസ്പെഷ്യലി കോർപ്പറേറ്റ് വേൾഡിൽ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. പ്രൊഡക്റ്റീവ് ഉള്ള ആളുകൾ വേണം അത് പറയും. പക്ഷെ അത് എങ്ങനെ മെട്രിക് ആകുന്നുള്ളത് അല്ലെ, ഡിഫറെന്റ് ആണ്. പല ആളുകൾക്കും ഇന്നതാണ് ഇപ്പൊ മീൻസ് എന്താണ് ഇത്ര സമയം കൊണ്ട് ഇത്ര ഹാർഡ് വർക്ക് ചെയ്തു എന്നല്ല, ക്വാളിറ്റി ബേസ്ഡ് അനാലിസിസ് നടത്താം, പറഞ്ഞ വർക്ക് ലൈഫ് ബാലൻസിന്റെ അനാലിസിസ് നടത്താം. നമ്മള് ആ സമയത്ത് പ്രയോറിറ്റി ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനീഷ്യൽ സ്റ്റേജിൽ ചിലപ്പോ ഭയങ്കര ഇമ്പോർട്ടന്റ് വർക്കില് ആയിരിക്കാം, പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്ത് വേറെ കമ്മിറ്റ്മെന്റ്സുകൾ വരാം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സ് വരാം. എനിക്ക് തോന്നുന്നു ഓരോ സമയത്തും നമ്മളെ പ്രോസസ്സിനെ അനലൈസ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ് എടുക്കണം, മാറ്റം എന്ത് വരുത്തണം എന്ന് നമ്മൾ തന്നെ ഫിക്സ് ചെയ്തിട്ട് അവിടേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം, ടൂൾസ് യൂസ് ചെയ്യുക എന്നുള്ളതിൽ. അത് പല ടൂൾസുകൾ നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ എഴുതുന്നുള്ള കേസിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലോങ് ടൈം ടു ഡൂസിൽ എഴുതാൻ പറ്റില്ല. ഇന്നത്തെ സാധനം മാത്രമേ എഴുതിയിട്ട് കാര്യമുള്ളൂ. ഒരു നാളത്തും മറ്റന്നാളത്തും അതിന്റെ പുറത്തൊക്കെ എല്ലാം ഒരു വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി വരുന്ന ഫോക്കസ് പോയിന്റ്സുകളൊന്നും നമുക്ക് അങ്ങനെയൊന്നും നോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റ് ടു ഡൂസോ അല്ലെങ്കിൽ ട്രെല്ലോസോ എന്തെങ്കിലും അത്തരം കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ കലണ്ടറിൽ മാർക്ക് ചെയ്യുന്ന അല്ലെ, നോർമലി കലണ്ടറിൽ കൂടുതലായിട്ട് മാർക്ക് ചെയ്യുന്നത് ഗൂഗിൾ കലണ്ടറും ഗൂഗിൾ ടാസ്കുമാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പൊ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുള്ളത് പലപ്പോഴും പറഞ്ഞ പോലെ എല്ലാ ആഴ്ചയിലും നടക്കണമെന്നില്ല. 1 വീക്ക് മുന്നേ തന്നെ വരുന്ന വീക്കില് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനുണ്ടാവുക എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് കലണ്ടറിൽ ആഡ് ചെയ്തിടും. ഇവന്റ്സ് പോലൊക്കെ ആഡ് ചെയ്തിടും. ഇന്ന ഇവന്റ്സുകളാണ്, അപ്പൊ ഇത്രയും വർക്ക് ടൈമാണ് നമുക്ക് കിട്ടുക, അപ്പൊ അവിടെ എന്തൊക്കെ ഇനിയുള്ള വീക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് ജസ്റ്റ് അതിലേക്ക് ട്രാക്ക് ചെയ്തിടും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഐഡിയലാണ്, ഐഡിയൽ നമ്മൾ അങ്ങനെ തന്നെ പറയണ്ടേ, ഐഡിയൽ വീക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇത് മാറ്റം ഉണ്ടാവാം. അപ്പൊ നമ്മൾ മാറ്റം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഫെഡപ്പോ മര്യാദയ്ക്ക് നടക്കുന്നില്ലല്ലോ. പക്ഷെ അതിന്റെ രീതി എങ്ങനെയാണ്, നമ്മൾ ഒരു സാധനം 100 പ്ലാൻ ചെയ്താലാണ് 50 നടക്കുക. 50 നടന്നതിന്റെ അർത്ഥം സക്സസ് ആണെന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ചിലപ്പോൾ 60 നടന്നിട്ടുണ്ടാവും, 40 നടന്നിട്ടില്ലല്ലോ എന്ന് ആലോചിക്കും. നമ്മൾ ബീയിങ് ഐഡിയലാണ്. അതെ, ടു ബി ഐഡിയൽ അല്ല, ബീയിങ് ഐഡിയൽ ഉള്ള ട്രാൻസിഷനെ നമുക്ക് കഴിയുള്ളൂ. അത് ഇനി ഞാൻ വേറൊരു കൺസിഡറേഷൻ ഉള്ളത്, ഇപ്പൊ ഈ പ്രൊഡക്ടിവിറ്റിന്റെ കേസിൽ വരുന്ന സമയത്ത് ഇപ്പൊ ക്ലയൻസിനെ ഏറ്റവും ഹാൻഡിൽ ചെയ്യാറുണ്ടാവും, ഞാൻ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ക്ലയൻസിന്റെ ഒരു ഇന്റർവെൻഷന് അവരുടെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നതിൽ എങ്ങനെയാണ് ഇത് നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുക, അത് നമ്മളെ വർക്കിനെ ബാധിക്കൂലേ? അപ്പൊ നമ്മള് ബ്ലോക്ക് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഈ ഐഡിയൽ വീക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ അതെ, കലണ്ടറിലേക്ക് യൂസ് ചെയ്തിട്ട് നമ്മള് ഫിക്സ് ചെയ്യാം ഇത്രയും സമയമാണ് നമുക്ക് എന്താ പറയാ മീറ്റിംഗിന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുക എന്നുള്ളത് ഫിക്സ് ചെയ്യാം. വേണമെങ്കിൽ 1-2 ദിവസം അതിന് മാറ്റി വെക്കാം. ആ ദിവസങ്ങളിലായിരിക്കും ഇപ്പോ ശനി ഞായർ അല്ല സ്പെഷ്യൽ മീറ്റിംഗ്സിന്. ഇപ്പൊ ശനിയും ബുധനും നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും മീറ്റിംഗിന് വേണ്ടി പറഞ്ഞ സമയത്ത് ശനിയാഴ്ചയും ബുധനാഴ്ചയും ഞാൻ ഫ്രീ ആണെന്ന് പറയാലോ. നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങൾ, അപ്പൊ ഒരിക്കലും ബാക്കിയുള്ള ദിവസങ്ങളിൽ മീറ്റിംഗ് വരാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മുടെ ലൈഫ് ഉണ്ടാവുക. സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ ഡിസോർഗനൈസ്. സെറ്റിംഗിലാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ വിചാരിക്കും മറ്റുള്ളവർക്ക് കഴിയും, മീറ്റിംഗ് അല്ലേ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചില സമയത്ത് എനിക്കറിയാറുണ്ട് രാവിലെ വന്ന് ചിലപ്പോൾ ഈവൻ ഇഫ് വിത്ത് മൺഡേ ആണെങ്കിൽ മൺഡേന്ന് സമയത്തോളം ലീവ് കഴിഞ്ഞ് വരുമ്പോൾ ഓഫ് കോഴ്സ് അന്ന് ഹറിബറി ആയിരിക്കും. എന്ത് വന്നാലും എല്ലാത്തിന്റെ ഒരു ഓപ്പറേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യലും കാര്യങ്ങളെല്ലാം വന്നിട്ട്
അപ്പോൾ അന്നൊരു അല്ലെങ്കിൽ വേറൊരു മോർണിംഗിൽ ഒരു മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് 2 to 3 hours ഉണ്ട്. കാരണം അത്രയും പ്രൊഡക്റ്റീവ് ആണ്. നമ്മൾ ഡിസ്കഷൻ നല്ല രീതിയിൽ ഉഷാറായി പോകും. ഉച്ചയ്ക്ക് ശേഷം നമ്മളായിട്ട് തന്നെ വിഷന്നിട്ടും മറ്റും അത് ക്ലോസ് ചെയ്യെങ്കിലും അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നം അത്രയും മെയിൻ എനർജി അവിടെ കൺസ്യൂംഡ് ആയി. പിന്നെ വിചാരിച്ച ടാസ്കുകളൊന്നും ചിലപ്പോ ഈവൻ ചിലപ്പോ പറയുകയാണെങ്കിൽ 10 o'clock സ്റ്റാർട്ട് ചെയ്ത് 12-ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. 2 മണിക്കൂറേ ഉള്ളൂ ആ സമയത്ത്. പക്ഷെ നമ്മൾ നമ്മളെടുത്തോളം നമ്മുടെ മോർണിംഗത്തെ എനർജി കഴിഞ്ഞു. പിന്നെ ടാസ്ക് നമുക്ക് തീർക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ അവിടേക്ക് നമ്മൾ പ്രീ പ്ലാൻ ചെയ്യാന്നുള്ളത് മാത്രമാണ് സൊല്യൂഷൻ. ആ ടാസ്ക് ഉള്ള ദിവസങ്ങൾ ചെയ്യാണ്ട് അതിനുവേണ്ടി മാറ്റി വെക്കും വേണം. അത് മീറ്റിംഗിന് വേണ്ടി മാറ്റി വെച്ചില്ലെങ്കിൽ എങ്ങനെയായാലും വേറെ ടാസ്കിന്റെ സമയത്തായിരിക്കും അത് ഒരു പോയിന്റ് അതൊന്നും അക്കൗണ്ട് ചെയ്യാതെ പോകുന്ന സമയങ്ങളും ക്ലാഷ് വരുന്നത്. നമ്മളിപ്പോ മീറ്റിംഗിന് വേണ്ടിട്ട് ഇപ്പൊ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം മീറ്റിംഗ് സെറ്റ് ചെയ്ത് വിചാരിക്കാം. പക്ഷെ ഒരു ക്ലയന്റ് പെട്ടെന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പറ്റുള്ളൂ എന്ന് വിചാരിക്കാം. കുഴപ്പമില്ല, നമുക്ക് ഓൾറെഡി ഒരു സ്ലോട്ട് അവിടെ ഉണ്ടല്ലോ. അപ്പൊ ചൊവ്വാഴ്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാസ്കുകൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് മാറ്റി വെക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഒരു ബ്ലോക്ക് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. മറ്റു പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ ഇടയിൽ കൂടെ ചെയ്യാന്ന് കരുതിയിട്ട് നമ്മളിത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ഓവർ ആയിരിക്കുമല്ലോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതും കൂടെ തീർക്കണം എന്നുള്ള ലെവലിൽ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ ഇറങ്ങാൻ പറ്റൂല. കറക്റ്റ് ടൈമിലൊന്നും ലേറ്റ് ആയി പോകുന്നു. അതിനനുസരിച്ച് തിരിച്ച് രാവിലെ നേരം വൈകുന്നു. ശരിക്കും കഴിഞ്ഞ ആഴ്ചകള് ഇപ്പൊ ഒരു ആഴ്ച ഇപ്പൊ ശനിയാഴ്ച നമ്മളിപ്പോ സംസാരിക്കുന്നത്. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഈ കഴിഞ്ഞ വീക്കിൽ എന്തൊക്കെ നടന്നു അസസ്മെന്റ്. അപ്പൊ നമുക്ക് അടുത്ത വീക്ക് ഒന്നും കൂടെ എഫക്റ്റീവ് ആയിട്ട് പ്ലാൻ ചെയ്യാനൊക്കെ പറ്റും. കുറച്ച് ടൈറ്റ് ആണെങ്കിലും കുറച്ച് മുന്നൊക്കെ ഈ ശനിയാഴ്ച എന്നുള്ളത് ഒരു എന്താണ് ലൂസ് ഡേ ആയിട്ട് കണക്കാക്കിയിരുന്നു. നമ്മള് വീക്കെൻഡ് വിസിൽസ് ഒക്കെ കണക്ട് ചെയ്തിരുന്ന സമയമാണ്. ഇപ്പൊ കുറച്ച് ടൈറ്റിലാണ് കംപ്ലീറ്റ് കൊടുക്കുന്നത്. അപ്പൊ ആ ദിവസം അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. വേണമെങ്കിൽ മീറ്റിംഗ് ആണ് വീട്ടിലത്തെ എന്തെങ്കിലും ആവശ്യമാണോ അതിന് പോകാൻ. ഇപ്പൊ അതൊക്കെ ഈവൻ ഞാൻ ഇപ്പോൾ ഞായറാഴ്ചകളിൽ വരെ വർക്ക് ചെയ്യുന്ന കേസുകളൊക്കെ ചില കേസുകളുണ്ട്. അത് ഞാൻ ഞായറാഴ്ചനെ കാണുന്നത് 2-3 അപ്രോച്ചിലാണ്. റിബീന്റെ എങ്ങനെയാണെന്ന് പറയണം. ഞാൻ ഡിസ്കസ് ചെയ്യും. ഞാൻ അധികം ചിലപ്പോൾ എന്റെ ഓൺ പ്രൊജക്ട്സുകൾ അല്ലെങ്കിൽ എനിക്ക് റിസർച്ച് ലെവലിൽ എനിക്കായിട്ട് താല്പര്യമുള്ള പ്രൊജക്ട്സുകളോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സെഗ്മെന്റുകളായിക്കോട്ടെ ചിലപ്പോൾ ഞാൻ അതിൽ വർക്കിന് വേണ്ടിയിട്ട് ഇരിക്കും. പക്ഷെ ഞാൻ ടു ബി ഫ്രാങ്ക് അത് ഒരു കാര്യം ഞാൻ സെറ്റ് അസൈഡ് ചെയ്യും. എന്താ വെച്ചാൽ ഫാമിലിന്റെ ഒപ്പം കുറച്ച് സമയങ്ങൾ പ്രൊഡക്റ്റീവ് ആയിട്ട് നേരത്തെ പറഞ്ഞ ക്വാണ്ടിറ്റി ആണ് കൂടുതൽ ക്വാളിറ്റി എന്നുള്ളത്. പക്ഷെ ഞാൻ ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു സമയം ഫാമിലിന്റെ ഒപ്പം പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടി അതിൽ നോക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഞായറാഴ്ചകളിൽ അധികം മുന്നൊക്കെ വർക്ക് ചെയ്തിരുന്നു. ഈ പറഞ്ഞ പോലെ ഞായറാഴ്ച വരുന്ന സമയത്ത് അതൊരു ഓപ്പർച്യൂണിറ്റി കാണും. കാരണം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ വർക്ക് ചെയ്യാലോ എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ പിന്നീട് നമുക്ക് അവോയ്ഡ് ആയി. ശരിക്കും ലൈഫ് എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ട്. അതിനുള്ളതാണ് ശരിക്കും ഞായർ എന്നുള്ളൊരു സാധനമൊക്കെ വന്ന സമയത്ത്. എന്നാലും ഈ പറഞ്ഞ പോലെ സൈഡ് പ്രൊജക്ട് എന്നുള്ള ലെവലില് ഇപ്പൊ ഗ്രാമ്പൂന്റെ ഡിസൈൻസ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ബ്ലോഗ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും വെക്കും. പക്ഷെ മൊത്തത്തിൽ അസൈൻ ചെയ്യാറില്ല ഇപ്പൊ പൊതുവെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് കോഫി ഷോപ്പിൽ പോയിട്ട് മൊത്തം അനലൈസ് ചെയ്യാം. അത് ഭയങ്കര രസമാണല്ലോ. നമ്മളിപ്പോ ഒരാളെ തരുന്ന വർക്ക് പോലെയല്ല, നമ്മൾ തന്നെ പ്ലാൻ ചെയ്യണം. നമ്മുടെ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ പ്ലാൻ ചെയ്യണം. അപ്പൊ അങ്ങനെ ആവണം. അത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അങ്ങനെ ആവുന്ന സമയത്ത് തിങ്കളാഴ്ച നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ക്ലാരിറ്റിയാണ്. കാരണം സാധാരണ കേസിൽ കാരണം തിങ്കളാഴ്ച നമ്മൾ ഓണറിന്റെ സമയത്ത് അല്ലാത്ത കേസിലാണെങ്കിൽ നമുക്ക് ഓർമ്മയും കൂടെ ഉണ്ടാവില്ല എന്താ കഴിഞ്ഞ ആഴ്ച ചെയ്ത് വെച്ചത്. തിങ്കളാഴ്ച പലപ്പോഴും ഇവിടെ വന്നുകൊണ്ട് ലാപ്പ് തുറക്കുമ്പോഴേക്കും ഓർമ്മ ഓക്കെ ഉണ്ടല്ലോ ഇന്ന സാധനം വർക്ക് തീർന്നിട്ടില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു ഇരുത്തം ഒരു 20 minutes ഒക്കെ നമ്മള് ലാപ്പ് എടുത്തിട്ട് ചായ കുടിച്ചിട്ട് ഇരിക്കാൻ പറ്റി കഴിഞ്ഞാൽ, എപ്പോഴും നടക്കാറില്ല, നടന്നു കഴിഞ്ഞാൽ പിറ്റത്തെ തിങ്കളാഴ്ച ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് തോന്നാറുണ്ട്. ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ ഇന്ന കാര്യങ്ങളാണ്. ചില സാധനങ്ങളൊക്കെ നമുക്ക് കരുതും ഈ കാര്യം ഞാൻ തന്നെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ, നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാലോ, ഇന്ന സ്റ്റെപ്പ് എടുത്താലോ ഡെലിഗേറ്റ് ചെയ്തിട്ട് നടക്കാലോ എന്നൊക്കെ തോന്നും. ചിലപ്പോൾ ആ ഇരുത്തത്തില് കഴിഞ്ഞ 2 ആഴ്ചയൊക്കെ നടക്കാത്ത കാര്യം പിറ്റേതാഴ്ച നടക്കും. നമ്മൾ ചെയ്തിട്ടല്ല, നമ്മൾ വേറെ ആൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൃത്തിക്ക് നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്. പ്രോക്രാസ്റ്റിനേഷൻ ഇതിലെ വലിയൊരു അത് ഈ ഒരു പ്ലാനിങ് ടൂൾ തന്നെ മതിയാവും അല്ലെ? അതോടുകൂടി സോൾവ് ആവേണ്ട അതും നീട്ടിക്കൊണ്ടുപോകുന്ന കേസ്. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നീട്ടിക്കൊണ്ടുപോവാ അല്ലെ? നമ്മള് ഇന്ന് വിചാരിച്ചു ഇന്ന് ചെയ്യാം, അത് ഇന്നൊരു മൂഡില്ല, ഓക്കെ നാളെ ചെയ്യാം, ഇനി നാളെ. അപ്പൊ നാളെ വെക്കുമ്പോൾ ഇതിന്റെ മാറ്റർ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ അത് അത്ര ക്ലിയർ വർക്കല്ല, അല്ലെങ്കിൽ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യപ്പെടേണ്ട. അതാണ് ഞാൻ പ്രൊക്രാസ്റ്റിനേഷൻ ആൻഡ് ഡെലിഗേഷൻ ഒരുമിച്ച് പറഞ്ഞത്. ഡെലിഗേറ്റ് ചെയ്യേണ്ട വർക്കാണ്. കാരണം നമുക്കത് പ്രയോറിറ്റി ഇല്ല, നമുക്കതിൽ ചിലപ്പോൾ ബെനിഫിറ്റ് അത്ര ഉണ്ടാവില്ല, അല്ലെങ്കിൽ വെറുതെ സമയം കഴിയുന്ന പോലെ ആയിരിക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ സ്പെഷ്യലി ഡെലിഗേറ്റ് ചെയ്യേണ്ടത്. അതെ, ഇപ്പൊ പലപ്പോഴും നേരത്തെ പറഞ്ഞ ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ടും പ്രോക്രാസ്റ്റിനേഷൻ സംഭവിക്കാം.
നമുക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ കിട്ടും. അതിന് കാരണം പലപ്പോഴും അത് എങ്ങനെ ചെയ്യണം എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് ചെയ്യാൻ തുടങ്ങിയേക്കാം. അപ്പോ എന്ത് ചെയ്യും, അടുത്ത ഈ വർക്കും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ചായ അടിച്ചിട്ട് വന്നിട്ട് ചെയ്യാം, അങ്ങനെ ചിന്തിക്കും. അപ്പൊ അങ്ങനെ കുറെ ഉണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ഡെലിഗേഷൻ ഒരു കാര്യമാണ്. ഇപ്പൊ റീസെന്റ് ഞാനൊരു വർക്കിന്റെ പ്ലാനിങ് മൊത്തം തെറ്റി. കാരണം എന്താ വെച്ചാൽ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള വർക്കുകൾ വന്നു. ഞാൻ തന്നെ ക്ലയന്റിന് മിസ്റ്റേക്കലി കുറച്ച് ഡെഡ്ലൈൻസ് കൊടുത്തു. ആ ഡെഡ്ലൈൻസിനുള്ളിൽ തീർക്കേണ്ടി വന്നു. പിന്നീട് ആലോചിച്ചത് നമ്മളെ പാക്കേജിൽ ശരിക്കും ഇൻക്ലൂഡ് ആവാത്ത വർക്കുകളാണല്ലോ അതെന്നുള്ളത്. അപ്പൊ ഈ അസസ്മെന്റിലാണ് കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടും എന്റെ കാര്യങ്ങൾ നടക്കാത്തതെന്ന് ആലോചിച്ചപ്പോ എന്താ പറയാ, നമ്മള് എന്താ പറയാ കമ്മിറ്റ് ചെയ്യാത്ത ലെവലിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആക്ഷൻസ് എടുക്കാൻ പറ്റും. കമ്മിറ്റ് ചെയ്യാത്ത വർക്കിൽ ചില കേസുകൾ നമ്മളൊരു പെർഫെക്ഷനിസം അല്ലെങ്കിൽ ഓവർ കമ്മിറ്റ്മെന്റ്, അത് നമുക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ ആയാലാണ് രസമുള്ളൂ എന്ന് തോന്നുന്ന ചില കാര്യം ഇപ്പൊ ഡെവലപ്മെന്റിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത്, ഫൈനൽ റിവ്യൂസ് ഞാൻ ചെയ്യാറ്, റിവ്യൂ ചെയ്യുന്ന സമയത്ത് തോന്നും ഓക്കെ ഇത് ഇവിടെ ഈ വാല്യൂ കൊണ്ടുവന്നാൽ ഇവർക്ക് ഇൻസൈറ്റ് അല്ലേ, ഇതിന്റെ ഒരു സമ്മറി വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റഡ് ആണല്ലോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ചെയ്യരുത് എന്നുള്ളതാണ്. അടുത്ത പ്രാവശ്യം P2 മാറ്റാം. അപ്പൊ P2 മീൻസ് ഫേസ് 2 മാറ്റാം. നെക്സ്റ്റ് ഫേസിലേക്ക് അത് ചെയ്യാം. നമ്മൾ അല്ലെങ്കിൽ അതവിടെ കൺട്രോൾ ചെയ്ത് ചിലപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇന്റേൺ അതിന് വേണമല്ലോ ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് എന്നുള്ളത് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ നിന്നാണ് അത് പോകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളൊരു പ്രൊജക്റ്റിന് അല്ലെങ്കിൽ ടാസ്കിൽ നിന്നുള്ള ഒരു സമയമാണ് പോകുന്നത്. അങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇങ്ങനെ അൺഅറ്റൻഡ് ആയിട്ട് പോകുന്ന കുറെ അല്ലെങ്കിൽ അൺഅക്കൗണ്ടഡ് ആയിട്ട് പോകുന്ന കുറെ ടൈമുകൾ ഉണ്ടാവും അല്ലെ. ഇതൊക്കെ ആയിരിക്കും നമ്മളെ വലിയൊരു പ്രശ്നം. നമ്മൾ അസസ് ചെയ്യാത്തപ്പോ ഇത് മനസ്സിലാവില്ല. നമ്മൾ മൊത്തം ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചിലപ്പോൾ നടക്കുന്നുണ്ട് വർക്ക് ടൈമിൽ. ഇതിങ്ങനെ അസസ്മെന്റ് ഭയങ്കര ഒരു കാര്യമാണ്. ഓഡിറ്റിംഗ് എന്ന് പറയാം. ഓഡിറ്റിംഗ് നമ്മുടെ ലൈഫ് നമ്മൾ ഓഡിറ്റ് ചെയ്യും. നമുക്ക് ഇതിനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യുമ്പോൾ പ്രൊഡക്ടിവിറ്റി കേസ് പറയുന്നു. പ്രൊഡക്ടിവിറ്റി മൾട്ടിപ്പിൾ ഡയമെൻഷൻസിലുള്ള നമ്മൾ പറഞ്ഞു. അതിനെ മെട്രിക്കലി അസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുമ്പോൾ ക്വാണ്ടിഫൈ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും അതിൽ അസംപ്ഷൻ. അതിൽ ഒരു കാര്യം എന്തായിരുന്നു, ഒന്ന് നമുക്ക് ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ട് മാത്രം ക്വാണ്ടിറ്റി ബേസ്. ചില വർക്കുകളൊക്കെ അങ്ങനെയാണല്ലോ, എത്ര എണ്ണം തീർത്താൽ. അപ്പൊ ഓരോ വർക്ക് ബേസ്ഡും ഒരാളുടെ ഇതിനനുസരിച്ചൊക്കെ ഇതിനെ മാറ്റം വരുത്തും. പിന്നെ വർക്ക് ലൈഫ് ബാലൻസിന് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻവയോൺമെന്റ് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടൊക്കെ മാറ്റങ്ങൾ. അതുപോലെ തന്നെ ബേസ് ചെയ്ത ടൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ടൂൾസുകൾ പ്രധാനമായിട്ടും ടു ഡു ലിസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു. കലണ്ടർ, ഗൂഗിൾ കലണ്ടർ അല്ലെങ്കിൽ കറന്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ ഗൂഗിൾ ടാസ്ക് അല്ലെ, ടാസ്ക്. ഇനി ജസ്റ്റ് വളരെ ബേസിക് പ്രിമിറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ബുക്കും പേപ്പറും പെന്നും പേപ്പറും ബേസ് ചെയ്തിട്ട് ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കാൻ. ആ ലിസ്റ്റിംഗിൽ ശ്രദ്ധിക്കണം, ഒരിക്കലും ഒരു 10 കൂടാൻ പാടില്ല. 10 ഞാൻ മിനിമം 5 എന്റെ ലിസ്റ്റിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഒരു വളരെ മൈന്യൂട്ട് അല്ല, മേജർ ആയിട്ടുള്ളതേ ഉണ്ടാവുള്ളൂ. അതിനെ 5ന്റെ ഉള്ളിൽ ഒതുക്കാനാണ് ശ്രമിക്കുക. ഞാൻ മനസ്സിലാക്കിപ്പെടുത്ത ഒരു ഫോർമുലയാണ് 5ന്റെ ഉള്ളിൽ വന്നാലേ ചെയ്യൽ നടക്കുന്നുള്ളൂ. ഒരു വെബർ നമ്പർ എന്നൊക്കെ പറഞ്ഞ സാധനം നമുക്ക് അറ്റ് എ ടൈം അങ്ങനെ ഉണ്ട്. 5 to 7 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. 5 + or -2 അങ്ങനെ 3 to 7 അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. നമുക്ക് ഒരാൾക്ക് അറ്റ് എ ടൈം ഫോക്കസ് ചെയ്യാൻ അതങ്ങനെ ആലോചിച്ചില്ലെങ്കിൽ അങ്ങനെ വർക്ക് ആവുന്നുള്ളൂ. എക്സ്പീരിയൻസ് അത് തന്നെയാണ്. അപ്പൊ അതാണ് ഒന്ന്. പിന്നെ നമ്മൾ പറഞ്ഞ പ്രൊക്കാസ്റ്റിനേഷന്റെ കാര്യം, ഡെലിഗേഷൻ, അത് മാക്സിമം ഒഴിവാക്കാം. അത്തരം പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് അങ്ങനെ അക്കൗണ്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അല്ലാത്ത ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കും. ഡെഫിനിഷൻ എന്നുള്ളത് വലിയൊരു പോയിന്റ് ആണ്. നമ്മൾ പറഞ്ഞു ഡെഫിനിഷൻ ചെയ്യാൻ. അസസ്മെന്റ് ഓരോ ടാസ്കിനും നമ്മൾ കൊടുക്കുന്ന സമയത്തിൽ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതും ഒരു പോയിന്റ് തന്നെ റിട്ടേൺ പറഞ്ഞു. കാരണം ഇന്ന ടൈം നമ്മളൊരു മണിക്കൂർ അതിനെ അലോക്കേറ്റ് ചെയ്തത് ശരിക്കും അതിന് 1 മണിക്കൂറല്ല 2 മണിക്കൂർ ചെയ്യാൻ എടുത്താൽ ചെയ്യുന്ന പണിയാണെങ്കിൽ അത് ഒരിക്കലും 1 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചത് വലിയൊരു ടോപ്പിക്കാണ്. മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ്. ഓരോ കാലഘട്ടത്തിലും അതിന്റേതായിട്ടുള്ള മാറ്റങ്ങൾ പേഴ്സണൽ ലൈനൊക്കെ ഉണ്ടാവും. മുന്നേ ചെയ്ത പോലെയല്ല ഇപ്പൊ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ വളരെ പ്രിമിറ്റീവ് ആയിട്ട് ഞാനിപ്പോ ചെയ്യുന്നത്. നമ്മൾ ഓരോ ലെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ഡിഫറെന്റ് ആണ്. നമ്മൾ ഏത് പൊസിഷനിൽ നിൽക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ഡേ ടു ഡേ നമുക്ക് വരുന്ന ഇൻപുട്സുകൾ, അതിനനുസരിച്ച് ചെയ്യേണ്ട വർക്കുകൾ, അതിനനുസരിച്ച് ഈ ഒരു സ്കെയിൽ മാറും. ഞാൻ ട്രെല്ലോ യൂസ് ചെയ്തിരുന്ന ഒരാള് എന്നും ട്രെല്ലോ ആയിരിക്കണം, അല്ലെങ്കിൽ അത്തരം സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്ന എന്നും അതായിരിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ ചില ആവശ്യങ്ങൾക്ക് അനുസരിച്ചും സാഹചര്യങ്ങൾ അനുസരിച്ചും നമ്മുടെ എൻവയോൺമെന്റ് അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാക്കാം.